ജീവിതത്തില് നമ്മൾ എന്തൊക്കെയോ വേഷങ്ങൾ കിട്ടുന്നു, ഏതൊക്കെയോ തരത്തിൽ അഭിനയിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ. ഈ ഫിലോസഫി ഒന്നും എന്റെ അല്ല കേട്ടോ, ഖലീൽ ജിബ്രാനാ കോപ്പിറൈറ്റ്. എന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതൊന്നുമല്ല ഞാൻ. എന്റെ അകത്തൊരു ഞാനുണ്ട്, നിശബ്ദനായി ആർക്കും സ്പർശിക്കാനാവാതെ ഒരു ഞാൻ. ഈ പറഞ്ഞതൊക്കെ ജീവനെ പറ്റി തന്നെയാണോ? എന്താ? അല്ല, ഈ ആർക്കും സ്പർശിക്കാനാവാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആർക്കും ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഓർഫനേജിലെ ഡയറക്ടർ സ്ഥലം മാറിപ്പോയ ഒഴിവിലാണ് ഫാദർ പവലിയോസ് അവിടെ വരുന്നത്. അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അച്ഛന് പുറമേ ബഹളവും കടമ്പിടുത്തവും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉള്ളിലുണ്ട്. റിയലി ഐ എം വെരി മച്ച് ഒബ്ലൈസ്ഡ് ടു ഹിം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 5 വർഷം, പിന്നെ സ്റ്റേറ്റ്സിൽ, ഇപ്പതാ ഇവിടെ. എനിക്ക് എന്നെ കുറിച്ച് ഒന്നുമില്ല പറയാൻ. പറയാനുള്ളത് ഒറ്റ വാക്കാണ്, ബിഗ് സീറോ, വട്ടപൂജ്യം. ഹലോ. നിമ്മി, ഇതാ എന്റെ ഫ്രണ്ട് അലക്സ് ചെറിയ. ഹലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അവനോടൊപ്പം താമസം. പേയിങ് ഗസ്റ്റ് അല്ല, നോൺ പേയിങ്. വരുന്നോ? ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, കേരള ഞാൻ കൊണ്ടുവിടാവുന്നേ അല്ലേ? ദേ, ഒരുമാതിരി കട്ട്റൂമിന്റെ അപ്പാപ്പനാവൻ വന്നാലുണ്ടല്ലോ. ചെല്ലിയല്ലോ. ഓക്കേ, വാ. അയ്യോ, മനോരേട്ടൻ തിരിച്ചു വിട്ടാലോ? ഇന്ന് പെട്ടത് തന്നെ. നിക്കടവിടെ. അല്ല, മനോരേട്ടനോ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കി. ഊതല്ലേ? നിങ്ങളോട് ഏൽപ്പിച്ച കാര്യം എന്തായി? അതിനല്ലേ ഞങ്ങൾ അന്വേഷിച്ചത്. ആ കത്ത് അന്ന് തന്നെ കൊടുത്തു. ടൂറിന് പോകുമ്പോ മിസ് മനോരേട്ടനെ പറ്റി ചോദിച്ചു. അന്ന് രാവിലെ ഞാനത് കണ്ടായിരുന്നു. നല്ല ബോർഡിലായിരുന്നു കക്ഷി. ഇത്തവണ ഞങ്ങൾ പൊലിപ്പിച്ചു പറഞ്ഞിരിക്കുക, ചെലവ് ചെയ്യണം. ഇവൻ എപ്പോ നോക്കിയാലും ചെലവിന്റെ കാര്യമല്ലാതെ ആദ്യം മറുപടി കിട്ടട്ടെ. ഓ, അതൊക്കെ ഉടനെ കിട്ടുന്നേ. എഴുതാൻ കുറച്ച് സമയമൊക്കെ വേണ്ടായോ? മനോരേട്ടൻ ചെല്ല്. ഈ മറുപടിയുടെ കാര്യം ഒരു പ്രശ്നമാവൂ? ഏയ്, അതൊന്നുമില്ല. ഒരു കത്ത് നമ്മൾ എഴുതുന്നു, അത് മനോരേട്ടൻ അറിയാതെ മുറിയിലേക്ക് ഇടുന്നു. എപ്പോ? ഇന്ന് തന്നെ. ന്യൂ ഇയർ ചിക്കൻ ദിൽകുഷ്. ചിക്കൻ ദിൽകുഷ്. ദിൽകുഷ്. ഓ, വെന്തിട്ടേ ഇല്ല, മരം പോലെ ഇരിക്കുന്നു. ഓൾഡ് ചിക്കനാ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, അപ്പോഴറിയാം. മസാല ഒക്കെ പാകത്തിനല്ലേ ഭവാനി? ഇറച്ചിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കണക്ക് തെറ്റിയിട്ടുണ്ടോ? എന്തോ ഒരു മണം. എന്താ എന്താ? ഇത് ടീച്ചർ ഇവിടെ ഇല്ല. വന്നാൽ ഇങ്ങനെ 2 പേര് വന്നിരുന്നു പറയാം. സ്ഥലം വിട്. എന്നതാ അടുപ്പത്ത്? അതെ, ഈ തുണിയൊക്കെ ഒന്ന് പുഴുങ്ങുക. വല്ലപ്പോഴും തുണി ഒന്ന് പുഴുങ്ങി ഇളക്കിയില്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം കാണുകയല്ല. അതാ. എന്നാ ഇതും കൂടെ എന്താ ഈ കുറുക്കന്റെ പിള്ളേര്? എന്താ ഡാലിങ് നോക്കി നിൽക്കുന്നേ? അയ്യോ, കണ്ടോ പഴം തുണി? ഡാലിങ് കൊണ്ട് കളയോ? ഒന്ന് നിർത്തിക്കേ. ടിങ്കു, ഇങ്ങ് വന്നേ. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഓ, മിസ്സിനെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് എന്തൊരു ജാടാ. എന്ത് ജാടാ? അവിടെ കയറി തോന്നിയാസം കാണിച്ചിട്ട് അതും ഇതും പറയുന്നോ? നീ എന്താ വിചാരിച്ചേ? ഞാൻ താമസിക്കുന്ന വീടാന്ന് അറിഞ്ഞൂടെ? പൊക്കോ, എല്ലാരും ഉണ്ടല്ലോ. വിട്ടോ. ചീത്ത കേട്ടെന്ന് അതും പറഞ്ഞ് ചെത്തിയൊരു പോക്ക്. എല്ലാരും ഉണ്ടല്ലോ. ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. മറ്റവന്റെ കൂടെ പണി തീരാത്ത വീട്ടിൽ പോയി ഇരിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ വെറും ഇസ്പേർഡ്. ഇത്തവണ ക്രിസ്മസ് ഒന്ന് മിന്നിക്കണം എന്ന് വിചാരിച്ചതാ, എല്ലാം മൂടും പോയി. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കരുതിയാ മതിയടാ. ഇവിടുത്തെ പണികൾ കഴിഞ്ഞ എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനാ എന്റെ പ്ലാൻ. പറ്റിയ ഈ ന്യൂ ഇയർ തന്നെ.
അപ്പോ ഏറി വന്ന 1 മാസം. ആ. അതോടെ ജീവൻ ഇവിടുന്ന് പോവും അല്ലേ? പോകാതെ പറ്റില്ലല്ലോ. ദേ അതിനു മുമ്പ് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു. പിന്നെ എന്നെ കിട്ടിയെന്ന് വരില്ല. താൻ ഇത്ര പെട്ടെന്ന് അങ്ങ് തണുത്തോ? തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടെ പോവാനാ? ഇതൊക്കെ പറയാൻ കൂടിയിട്ടാ ഇങ്ങനെ സൗകര്യമായിട്ട് ഞായറാഴ്ച ഞാൻ സംഘടിപ്പിച്ചത്. ദേ ഫാദർ, എന്താ രണ്ടാളും കൂടെ ഇവിടെ? ജീവനെ പള്ളിയിലും കണ്ടില്ലല്ലോ. അല്ല, ഞാൻ ഇവിടുത്തെ വർക്ക്സ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോ രാവിലെ കോൺവെന്റിൽ കയറിയപ്പോ ഇവിടെ കണ്ടപ്പോ. അതെ, കോൺവെന്റിൽ കയറിയപ്പോ എങ്ങനെയാ ഇവിടെ കാണണേ? അതല്ല, അല്ല, എന്താ തന്റെ ഭാവം? ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഫാദർ. ഞാനിതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലായിടോ. എത്രത്തോളം പോകുന്നറിയാലോ. ഇത് തുടരാൻ ഈ സ്ഥാപനത്തിൽ ഞാൻ അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് എനിക്കിത് തന്നോട് പറയാം. കാരണം തന്റെ അപ്പനും അമ്മയൊക്കെ ഞാനാ. പക്ഷേ ടീച്ചറിന്റെ കാര്യത്തില് അങ്ങനെയല്ലല്ലോ. ഫാദർ, ജീവന്റെ കാര്യത്തില് ഫാദറെങ്കിലുണ്ട്. പക്ഷേ എന്റെ കാര്യത്തില് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ. ഞാൻ എവിടെയാണ്, സുഖമായിട്ടിരിക്കണുണ്ടോ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഒക്കെ ഞാൻ തന്നെ എന്നോട് അന്വേഷിക്കാം. ഞാൻ തന്നെ എന്നോട് മറുപടിയും പറയാ. യെസ്, ഐ ആം ദാറ്റ് അൺലക്കി ഗേൾ. എന്റെ സങ്കടപ്പം അതല്ല. നിങ്ങളിങ്ങനെ രണ്ടുപേരും കറങ്ങി നടന്നാലേ ഇത് ഏതാ മാസം എന്നറിയോ? ഏതാ? ഡിസംബർ. ഇത് നീട്ടി വെക്കാൻ പറ്റുമോ? ക്രിസ്മസ് നീട്ടി വെക്കാൻ പറ്റുമെന്ന്. നിറയെ നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയാ. ഭൂമിയിലേക്ക് മാലാകമാര് ഇറങ്ങി വരും, പുഞ്ചിരിക്കും. വല്ല വിചാരം ഉണ്ടോ ജീവ നിനക്ക്? ഇനി എന്തൊക്കെ പണികളാ ഇവിടെ കിടക്കണേ.